ഹലോ നമസ്കാരം. ചലഞ്ചർ ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനന്തു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയിരിക്കുന്നത് അയ്യങ്കാളിയുടെ ഒരു പകുതി കഥ വരെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അത് മനസ്സിലായാലേ ഇന്നത്തെ കഥ മനസ്സിലാവും. അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടതിന് ശേഷം ഈ പാർട്ട് 2 കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്കാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ശുചിത്വം അപ്പൊ നല്ല വൃത്തിയിൽ നടക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം തൻ്റെ സമുദായത്തെ ഉപദേശിച്ച കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ശുചിത്വം, മദ്യനിയന്ത്രണം, പിന്നെന്താണ് ആത്മസംയമനം, അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ കടമകൾ നിറവേറ്റണമെന്ന് സംഘടന മുഖം, ഏത് സംഘടന? നമ്മുടെ സാധുജന പരിപാലന സംഘം വഴി ജനങ്ങളോട് അദ്ദേഹം എന്ത് ചെയ്തു? ആഹ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. ശുചിത്വം, മദ്യനിയന്ത്രണം, ആത്മസംയമനം, കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള പുലയർ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ തങ്ങളുടേതായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. സംഘം പറയുന്ന കാര്യങ്ങൾ കേൾക്കണം എന്നുള്ള രീതിയിൽ സാധുജന പരിപാലന സംഘം വഴി അദ്ദേഹം ഓരോ കാര്യങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ, ഈ പറയുന്ന ഉയർന്ന ജാതിക്കാരുടെ പ്രവർത്തനങ്ങൾ, അയ്യങ്കാളിപ്പടായുടെ ആക്രമണം, ഇതൊക്കെ നല്ല ശക്തമായി നടന്നതുകൊണ്ട് വലിയ രീതിയിൽ ഒക്കെ ഒരു ഉന്നമനത്തിൻ്റെ ഒരു സാധ്യത പുലയരിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ആർക്ക് പറ്റി? അയ്യങ്കാളിക്ക് പറ്റി. അങ്ങനെ 1913 ശരിക്കും ഞാനൊരു കാര്യം പറയാം. 1913 പല റാങ്ക് ഫയലുകളിലും കിടക്കുന്നുണ്ട്. ചില ബുക്കുകളിൽ 916 കിടക്കുന്നുണ്ട്, 1916 കിടക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ തന്നെ ഒന്ന് വെരിഫൈ ചെയ്യണം. 1913 കിടക്കുന്നതെങ്കിലും ചരിത്ര പുസ്തകങ്ങളിൽ 1916 ആണ് പറയുന്നത്. സാധുജന പരിപാലിനി എന്ന് പറയുന്ന ഒരു മാഗസിൻ, ഒരു മാസിക ചങ്ങനാശ്ശേരിയിൽ നിന്നും പ്രസിദ്ധീകരിക്കാൻ ആര് തുടങ്ങി? അയ്യങ്കാളി തുടങ്ങി. 1913 സാധുജന പരിപാലിനി എന്ന് പറയുന്ന ഒരു മാസിക ചങ്ങനാശ്ശേരിയിൽ നിന്നും പ്രസിദ്ധീകരിക്കാൻ ആര് തുടങ്ങി? അയ്യങ്കാളി തുടങ്ങി. എന്തിനാണ്? പുലയരുടെ ആവശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, മനുഷ്യരിലേക്ക് എത്തിക്കുക, ലോകത്തെ തന്നെ അതൊന്ന് അറിയിക്കുക. അതൊരു വായനയിലൂടെ, അന്നൊക്കെ അതല്ലേ ഉള്ളൂ, അല്ലാതെ വാട്സാപ്പിലോട്ട് കുത്തിയിട്ട് പോസ്റ്റ് ഇട്ടാൽ കാണാൻ പറ്റില്ലല്ലോടെ. അപ്പൊ ആകെ ഉള്ളത് മാസിക എന്ന് പറയുന്ന വെപ്പൺ, വായനാശീലം എന്ന് പറയുന്ന ഒരു വെപ്പൺ, അന്നത്തെ സോഷ്യൽ മീഡിയ. അപ്പൊ ഒരു മാസിക തുടങ്ങി 1913. എൻ്റെ പേരാണ് സാധുജന പരിപാലിനി എന്ന് പറയുന്നത്. അത് പ്രസിദ്ധീകരിക്കാൻ ആര് തുടങ്ങി? അയ്യങ്കാളി തുടങ്ങി. അങ്ങനെ തൃക്കൊടിത്താനത്തെ കാളിച്ചോതി കറുപ്പൻ എന്ന് പറയുന്ന ആളായിരുന്നു ഈ സാധുജന പരിപാലിനിയുടെ പത്രാധിപർ എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? തൃക്കൊടിത്താനത്തെ കാളിച്ചോതി കറുപ്പൻ എന്ന് പറയുന്ന ആളായിരുന്നു സാധുജന പരിപാലിനി എന്ന് പറയുന്ന ഈ ഒരു മാസികയുടെ പത്രാധിപർ എന്ന് പറയുന്നത്. അപ്പം സുദർശന പ്രസ് എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയിൽ ഒരു പ്രസ് ഉണ്ട്, സുദർശന പ്രസ്. ഈ സുദർശന പ്രസ്സിൽ നിന്നുമാണ് സാധുജന പരിപാലിനി അച്ചടിച്ചിറക്കുന്നത്. ആരാ പത്രാധിപര്? കാളിച്ചോതി കറുപ്പനാണ്. അപ്പൊ ആരുടെ നേതൃത്വത്തിലാണ്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. എവിടെ നിന്നുമാണ്? ചങ്ങനാശ്ശേരിയിൽ നിന്നുമാണ്. എന്നാണ്? 1913. ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ തന്നെ, എന്താണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്ന പത്രമാണ് സാധുജന പരിപാലിനി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രം എന്ന് പറയുന്നതാണ് ഈ സാധുജന പരിപാലിനി എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ തൊട്ടടുത്ത ചങ്ങനാശ്ശേരിയിലാണ് ഈ ഒരു സംഭവം. ഓക്കെ. അങ്ങനെ നമ്മുടെ കാളിയുടെ പ്രവർത്തന മികവും ഒക്കെ കണ്ട് ഇവൻ ആളൊരു പുലി തന്നെ, ഇവൻ ഇത്രയും കാലം കൊണ്ട് അവന്റെ സമുദായത്തിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, പുള്ളിക്കാരൻ കൊള്ളാം. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? ഇവിടെ പുള്ളഞ്ഞു വാടേ, നമ്മുടെ 1911 ഡിസംബർ 5 ദിവസം എല്ലാ ഇവിടുത്തെ അനുചാരകരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ പോയിട്ട് അയ്യങ്കാളിയെ വിളിച്ചോണ്ട് എൻ്റെ പ്രജാസഭയിൽ അംഗമാക്കാന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു. അങ്ങനെ 1911 ഡിസംബർ 5 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി ആര് പ്രവേശിക്കുന്നു? നമ്മളുടെ അയ്യങ്കാളി പ്രവേശിക്കുന്നു. അന്ന് പ്രവേശിച്ചിട്ട് അവനൊരു ഒരു 1.5 പ്രവേശനമായിരുന്നത്. ഒരു 28 കൊല്ലം പുള്ളിക്കാരൻ ശ്രീമൂലം പ്രജാസഭയുടെ അംഗമായി തുടർന്നു. ഓരോ സമയവും ശ്രീമൂലം പ്രജാസഭയിൽ
സമുദായ ഉന്നമനത്തിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും നേരിട്ടെത്തിക്കാൻ ഈ ഒരു പ്രവേശന അനുമതി അദ്ദേഹത്തെ സഹായിച്ചു. അങ്ങനെ 1911 ഡിസംബർ 5-നാണ് ശ്രീമൂലം പ്രജാസഭയുടെ അംഗമായി ആര് പോകുന്നത്? അയ്യങ്കാളി പോകുന്നത്. 28 വർഷക്കാലഘട്ടം അദ്ദേഹം ഈ ഒരു സഭയുടെ അംഗമായിരുന്നു. അങ്ങനെ നിരക്ഷരരും അയിത്തജാതിക്കാരുമായ പാവങ്ങൾ ഉയർന്ന ജാതിക്കാരുടെ നിയന്ത്രണത്തിലുള്ളതും ശത്രുതാ മനോഭാവങ്ങൾ പുലർത്തുന്നതുമായ കോടതികളെ സമീപിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയ നമ്മളുടെ അയ്യങ്കാളി എന്താണ്? ഒന്ന്, വിദ്യാഭ്യാസമില്ല. പിന്നെ അയിത്തജാതിക്കാരാണ്, പല നിയന്ത്രണങ്ങളുമുണ്ട്. അങ്ങനെയുള്ള പാവങ്ങൾ ഈ ഉയർന്ന ജാതിക്കാരന്റെ നിയന്ത്രണത്തിലുള്ള കോടതിയിലോട്ട് ചെന്നാൽ വലിയ അവകാശങ്ങളോ നേട്ടങ്ങളോ ഒന്നും കിട്ടില്ല എന്ന് ആർക്കറിയാം? അയ്യങ്കാളിക്കറിയാം. അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? അതിന് പരിഹാരമായിട്ട് അയ്യങ്കാളി പുലയ മഹാസഭയുടെ ഭാഗമായിട്ട് സമുദായ കോടതി സ്ഥാപിച്ചു. ഒരു സമുദായ കോടതി സ്ഥാപിച്ചു. ഓക്കെ, അങ്ങനെ അയ്യങ്കാളി തന്നെയായിരുന്നു ഈ സമുദായ കോടതിയുടെ ഉന്നത അധികാരമുള്ള ന്യായാധിപൻ എന്ന് പറയുന്നത്. ഈ സമുദായ കോടതിയുടെ ന്യായാധിപൻ എന്ന് പറയുന്ന ആരാണ്? ഈ അയ്യങ്കാളി തന്നെയാണ് കേട്ടോ. അങ്ങനെ കേരളത്തിൽ പുലയ സമുദായത്തിന് വേണ്ടി സമുദായ കോടതി സ്ഥാപിച്ച നവോത്ഥാന നായകനായി അയ്യങ്കാളി മാറുമ്പോൾ അതിന്റെ ന്യായാധിപനും ഇതാകും. അപ്പൊ ഇതിൽ സാറേ ഈ കോടതി വഴി എന്താ ശിക്ഷിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് സമുദായത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കും. കുറ്റം ചെയ്യുന്നവനെ സമുദായത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കും. ഇതായിരുന്നു പരമാവധി ശിക്ഷ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവരുടേതായ ഒരു നിയമത്തിൽ അവരുടേതായ ലോകത്തിലേക്ക് ഒതുങ്ങി അവരുടേതായ ഒരു പവറിലൂടെ വളർത്തിയെടുക്കുക എന്ന ഒരു ഉദ്ദേശമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? അയ്യങ്കാളിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം സംഘടിപ്പിച്ച ബഹുമുഖ പ്രക്ഷോഭങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒന്നാണ് 1915 കല്ലുമാല സമരം എന്ന് പറയുന്നത്. കല്ലുമാല സമരം എന്ന് പറയുന്നത് അതായത് ഈ ഇദ്ദേഹത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ പുലയ സ്ത്രീകൾക്ക് ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളിയിലോ സ്വർണത്തിലോ ഉള്ള ആഭരണമൊന്നും ഇടാൻ പറ്റില്ല. കല്ല്, ഇരുമ്പ്, പിന്നെ കണ്ണാടി ചില്ല്, ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ആഭരണങ്ങൾ ഇടാനേ അവർക്ക് അവകാശമുണ്ടായിരുന്നുള്ളൂ. പുലയ സ്ത്രീകൾക്ക് അവകാശമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ ആഭരണങ്ങൾ ധരിക്കാൻ അധികാരമുള്ള അടിമത്തത്തിന്റെ ചിഹ്നം എന്ന് തന്നെ പറയാവുന്ന ഈ ഒരു സംഭവത്തെ എതിർക്കാൻ വേണ്ടി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഒരു സംഭവം നടക്കുകയാണ്. അതായത് 1915 കാലഘട്ടം. അപ്പൊ ഈ കൊല്ലം പെരിനാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നിങ്ങൾ ട്രെയിനിലൊക്കെ പോയാൽ ആ സ്ഥലം കാണാൻ പറ്റും. അപ്പോൾ ട്രെയിനിൽ നമ്മൾ ഈ പെരിനാട്ടിലേക്ക് ഞാൻ പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് വന്നാലും പെരിനാട് കാണാൻ പറ്റും. കൊല്ലം കഴിഞ്ഞിട്ട് പെരിനാട് കാണാം. ഈ പെരിനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഗോപാൽ ദാസ് എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു, ഒരു യുവാവ് ഉണ്ടായിരുന്നു. ഒരു പുലയ യുവാവാണ് ഗോപാൽ ദാസ്. അപ്പോൾ ഈ പുലയ യുവാവായ ഈ ഗോപാൽ ദാസ് 1915 തൻ്റെ സമുദായത്തിലുള്ള സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ആഭരണം വലിച്ചെറിയണം. കാര്യം ഈ ആഭരണങ്ങൾ നമ്മളുടെ അയിത്തത്തിന്റെ ചിഹ്നമാണ്, നമ്മൾ അധകൃതരാണെന്ന് നമ്മൾ തന്നെ അംഗീകരിച്ചു കൊടുക്കുന്ന ചിഹ്നമാണ്. അതുകൊണ്ട് ഇതിടണ്ട, ഇത് വലിച്ചൂരി എറിയണമെന്ന് ആര് പറഞ്ഞു? ഗോപാൽ ദാസ് എന്ന് പറയുന്ന ആൾ. പക്ഷേ വലിയ പ്രശ്നം ആരും അതിനൊന്നും തയ്യാറൊന്നും ആയില്ല. അപ്പൊ അതിന് വേണ്ടുന്നത് സംഘടനാ പാഠവും നേതൃത്വ പാഠവും നേതാവുമായ ഒരാളുടെ സഹായമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് കേരള ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ളയുടെ സഹായത്താല് അയ്യങ്കാളി കൊല്ലം പട്ടണത്തിൽ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും വലിയ സമ്മേളനം എന്ന് പറയുന്നത് തന്നെയാണ്. അങ്ങനെ കൊല്ലം പട്ടണത്തിൽ ഒരു സമ്മേളനം വിളിച്ചു. തിരുവിതാംകൂറിൽ പുലയരുടെ ഏറ്റവും വിപുലമായ സമ്മേളനം എന്ന് പറഞ്ഞാൽ അയ്യങ്കാളി 1915 വിളിച്ചുകൂട്ടിയ ഈ ഒരു കൊല്ലം സമ്മേളനമായിരുന്നു. അങ്ങനെ ഈ സമ്മേളനത്തിൽ കല്ലുമാലകൾ വലിച്ചെറിയാൻ അയ്യങ്കാളി തൻ്റെ സ്വസമുദായത്തിലെ സ്ത്രീകളോട് പറയുകയും അവരത് ചെയ്യുകയും ചെയ്തു. അപ്പൊ ആദ്യം ചെയ്തപ്പോൾ ഭയങ്കര അടിച്ചമർത്തി, പോലീസ് അടക്കമുള്ളവർ അടിച്ചമർത്തിയെങ്കിൽ ഇവിടെ അടിച്ചമർത്തലൊന്നും ഉണ്ടായില്ല. ഒരുപാട് സ്ത്രീകൾ തൻ്റെ ഈ ഒരു ആഭരണം, അതായത് കല്ലിലും ഇരുമ്പിലും ഗ്ലാസ്സിലുമൊക്കെ തീർത്ത ഈ ഒരു മാല വലിച്ചെറിഞ്ഞ് കളഞ്ഞു. അങ്ങനെ ഒരു വലിയ ചരിത്രം സൃഷ്ടിച്ച സംഭവമാണിത്, ഈ കല്ലുമാല സമരം എന്ന് പറയുന്നത് 1915. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന ആള് എന്ന് പറയാൻ നമുക്ക് അയ്യങ്കാളി ഉപയോഗിക്കാം, അല്ലേ? ഈ കഥയൊക്കെ കേട്ടപ്പോൾ മനസ്സിലായില്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി നമുക്ക് വിശേഷിപ്പിക്കാം ആരെ? അയ്യങ്കാളിയെ. ചരിത്രപ്രസിദ്ധമായ റഷ്യൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതിന്, നിങ്ങൾ ലോക ചരിത്രം കേട്ടിട്ടുണ്ടല്ലോ, വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നില്ലേ?
അപ്പൊ റഷ്യൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതിനും 4 വർഷം മുമ്പാണ് കേരളത്തിൽ ഇത്രയും വലിയൊരു തൊഴിലാളി പ്രക്ഷോഭം നമ്മുടെ അയ്യങ്കാളി സംഘടിപ്പിച്ചത് എന്നത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. കുറച്ചുകൂടെ ഇപ്പൊ ഡിഗ്രി മെയിൻസിനൊക്കെ പഠിക്കുന്ന ഒരു ആസ്പെക്റ്റിൽ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. റഷ്യൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതിനും ഏതാണ്ട് ഒരു 4 വർഷം മുമ്പേ കേരളത്തിലെ ആദ്യത്തെ ആസൂത്രിത തൊഴിലാളി സമരം സംഘടിപ്പിച്ച ആളാണ് ആര്? അയ്യങ്കാളി എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ആയതിനാൽ ആധുനിക ദളിതരുടെ പിതാവ് എന്ന് നമുക്ക് ആരെ വിളിക്കാം? അയ്യങ്കാളിയെ വിളിക്കാം. ആധുനിക ദളിതരുടെ പിതാവ് എന്ന് നമുക്ക് ആരെ വിളിക്കാം? അദ്ദേഹത്തെ വിളിക്കാം. 1941 ജൂൺ 18 1116 ആണ്ട് മിഥുനം 4 അദ്ദേഹം അന്തരിച്ചു. ഓക്കെ, അങ്ങനെ നമ്മളുടെ അയ്യങ്കാളിയിലേക്ക് എത്തി. അയ്യങ്കാളിക്ക് കുറച്ച് വിശേഷണങ്ങളുണ്ട്. ഇനി കുറച്ച് വിശേഷണങ്ങളുണ്ട്. പുലയ രാജ അല്ലെങ്കിൽ പുലയരുടെ രാജാവ് എന്ന് അദ്ദേഹത്തെ വിളിച്ചത് ആരാണ്? ചിത്രത്തിലുണ്ടല്ലേ. ആരാ വിളിച്ചത്? ഗാന്ധിജി അപ്പൂപ്പനാ വിളിച്ചത്. പുലയ രാജ അല്ലെങ്കിൽ പുലയരുടെ രാജാവ് എന്ന അയ്യങ്കാളിയെ വിളിച്ച ആളാണ് ആര്? മഹാത്മാഗാന്ധി. ഓക്കെ, പുലയ രാജ അല്ലെങ്കിൽ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അടുത്ത് നോക്കിയേ, ഇന്ത്യയുടെ മഹാനായ പുത്രൻ, ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാജിയാണ് അല്ലെ. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇനി നോക്കിക്കേ, ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്, ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാ? സഖാവ് EK നയനാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശേഷിപ്പിച്ച ആളാണ് ആര്? സഖാവ് EK നയനാർ എന്ന് ഓർത്തിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആട്ടോ. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. കേരള സ്പാർട്ടക്കസ്. പിന്നുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ആളെയാണ് നിങ്ങൾ താഴെ കാണുന്നത്, P. സനൽ മോഹൻ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ആളാണ് ആര്? P. സനൽ മോഹൻ എന്ന് പറയുന്നത്. അപ്പോൾ കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നവോത്ഥാനപരമായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ കാളിച്ചോതി കറുപ്പൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ പറഞ്ഞായിരുന്നു. ചിലപ്പോൾ ചെമ്പന്തറ എന്നൊരു പേര് തരും. ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ എന്ന് ചിലപ്പോൾ തരും. മുഖ്യപത്രാധിപൻ എന്നുള്ള ചെമ്പന്തറ, അതാണെങ്കിലും രണ്ടും ഒന്ന് തന്നെ. ഇനി അത് തെറ്റിക്കുകയൊന്നും വേണ്ട. ഓക്കെ ഓക്കെ ഇനി അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് 1980 ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ് അത് ചെയ്തത്. ഓക്കെ, ഇനി ഈ പ്രതിമയുടെ ഒരു ശില്പി ആരാന്ന് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. അയ്യങ്കാളിയുടെ പ്രതിമയുടെ ശില്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രാ ഡേവിഡ് ആണ്. ഇസ്രാ ഡേവിഡ് എന്ന ആളായിരുന്നു അയ്യങ്കാളിയുടെ ആ പ്രതിമയുടെ ശില്പി എന്ന് പറയുന്നത്. 2002 ഓഗസ്റ്റ് 12 ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ചുകൊണ്ട് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. 2002 ഓഗസ്റ്റ് 12 ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ആര്? അയ്യങ്കാളി എന്ന് പറയുന്നത്. ഇനി അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം അല്ലെ. ചിത്രകൂടം, വെങ്ങാനൂർ ചിത്രകൂടത്തിലാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ചിത്രകൂടം. ഓക്കെ, ഇനി കുറച്ചുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2010 വന്നു കഴിഞ്ഞാൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. നഗരങ്ങളിൽ നമ്മുടെ തൊഴിൽ പദ്ധതി ഇല്ലേ, അത് നഗരങ്ങളിൽ ചെയ്യുന്നതിന് അതിൻ്റെ പേര് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ്. അതിൻ്റെ 2010 നടത്തപ്പെടുന്നത്. 2010. ഇനി കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്താണ്. അപ്പൊ പട്ടികജാതി വകുപ്പിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അയ്യങ്കാളി ഭവൻ എന്നാണ് അതിന്റെ പേര്. അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരം എന്നാണ്, അല്ലെങ്കിൽ സ്ഥലം ചോദിച്ചാൽ വെള്ളയമ്പലം കേട്ടോ. ഓക്കെ, പിന്നുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ 2019 കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ ഹാൾ ഏതാണെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയുടെ പേരിൽ ഇപ്പൊ അയ്യങ്കാളി ഹാൾ എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ പാളയത്തുള്ള VJT ഹാളാണ് കേട്ടോ. VJT ഹാളാണ്. 2019 അത് ചെയ്തത്. ഓക്കെ. ഇനി അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത്
പിന്നാക്കർക്ക് വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ചു പഠിച്ച ഇന്ത്യൻ മുൻ രാഷ്ട്രപതി ആയ വ്യക്തി. അയ്യങ്കാളിയുടെ ശ്രമഫലമായി തിരുവനന്തപുരത്ത് പിന്നാക്ക സമുദായത്തിലുള്ളവർക്ക് വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ചു പഠിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയായ ആളാണ് ആര്? KR നാരായണൻ എന്ന് പറയുന്നത്. അയ്യങ്കാളി ചെയർ ആരംഭിച്ച സർവകലാശാല ഏതാണെന്നറിയാമോ? അയ്യങ്കാളി ചെയർ കേന്ദ്ര സർവകലാശാല, കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലാണ് അയ്യങ്കാളി ചെയർ ആരംഭിച്ച സർവകലാശാല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ്. അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ്. ഇങ്ങനെയുള്ള എക്സ്ട്രാ പോയിന്റ് ഞാൻ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അതാ നോക്കി വായിക്കുന്നത്. അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത് M. നിസാറും മീന കന്ദസ്വാമിയും കൂടിയാണ്. M. നിസാറും മീന കന്ദസ്വാമി എന്നാണ്. ഇനി അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന കൃതി. അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ THP ചെന്താരശ്ശേരി. കേട്ടോ, ഇതൊക്കെയാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ, മുൻകാല ചോദ്യങ്ങൾ ജസ്റ്റ് ഒരു 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഒന്ന് ചോദിക്കാം. മുൻകാല ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ പറയാൻ മനസ്സിലെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഒന്ന്, 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത്. ഓപ്ഷൻ ഉണ്ട്: കോട്ടയം, ഓപ്ഷൻ ബി കണ്ണൂര്, ഓപ്ഷൻ സി പുന്നപ്ര, ഓപ്ഷൻ ഡി വെങ്ങാനൂര്. മുൻകാല ചോദ്യമാണ്. മുൻകാലം എന്ന് പറഞ്ഞാൽ 2021 ചോദിച്ച ചോദ്യമാണ്. 1909 അയ്യങ്കാളി കേരളത്തിൽ ആദ്യ കർഷക സമരം സംഘടിപ്പിച്ചത്. നിങ്ങൾക്കറിയാലോ ഉത്തരം? വെങ്ങാനൂരാണ് ഉത്തരം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതായിരിക്കും? ഒബ്വിയസ്ലി ഓപ്ഷൻ ഉണ്ട്: കുട്ടനാട്, ചിറ്റൂര്, വെങ്ങാനൂര്. ഇതൊന്നുമല്ല എന്നാണ് ചോദ്യം. 2021 ചോദിച്ചൊരു പരീക്ഷയുടെ ചോദ്യമാണ്. ഉത്തരം വെങ്ങാനൂരാണ്. ഇനി കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഞാനത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോണം. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം ഒന്നും എഴുതി വെക്കരുത്, തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ. ഓക്കെ. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കാർഷിക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷനാണ്. നമ്മൾ ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. MK ഗോപാലൻ, P കൃഷ്ണപിള്ള, EMS നമ്പൂതിരിപ്പാട്, അയ്യങ്കാളി. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ അറിയാം അല്ലെ, അയ്യങ്കാളിയാണ് നമുക്ക് ഉത്തരവാദിത്തം, നമുക്കറിയാം. ഇനി കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്? നമുക്കറിയാം. ഇതെല്ലാം 2021 ചോദ്യം, ഏറ്റവും ലേറ്റസ്റ്റ് ചോദ്യങ്ങളാണ് പറയുന്നത്. അയ്യങ്കാളിയാന്ന് നമുക്കറിയാം. അയ്യങ്കാളി ജനിച്ച ദിവസം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 10th ലെവൽ പ്രിലിമിനറിയുടെ ഫേസ് 4കാർക്ക് ചോദിച്ചൊരു ചോദ്യമാണ് അയ്യങ്കാളി ജനിച്ച ദിവസം എന്ന് പറയുന്നത്. എന്നാണ്? 1863 ഓഗസ്റ്റ് 28 അല്ലെ? 1863 ഓഗസ്റ്റ് 28. ഇനി 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്നൊരു ചോദ്യമുണ്ട്. ആരായിരുന്നു? ഇന്ദിരാജിയാണ് അല്ലെ? ഇന്ദിരാഗാന്ധിയാണ്. ഇനി അടുത്ത ചോദ്യം: പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം ഏത്? മോറാഴ സമരം, പെരിനാട് ലഹള, കടക്കൽ കലാപം, 90-ാം ആണ്ട് ലഹള. അറിയാലോ, ഇതെല്ലാം 2021 ചോദിച്ച അയ്യങ്കാളിയെ ബന്ധപ്പെടുത്തി ചോദിച്ച ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് അതൊന്ന് പരിചയപ്പെടുത്തിയത്. മനസ്സിലായല്ലോ ഏതാണ്? 90-ാം ആണ്ട് ലഹളയാണ് നമ്മൾ അവസാന ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? അയ്യങ്കാളിയെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് വേണമെങ്കിൽ ഒരു റാങ്ക് ഫയലോ കാര്യങ്ങളോ വായിച്ച് നോക്കിക്കോ. നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ മനസ്സിലാക്കാൻ അത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ മനോഹരമായ ക്ലാസ്സുമായി മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.